ഹായ്, നമസ്കാരം. ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗസ്റ്റ് കുഞ്ഞുമോനാണ്. കുഞ്ഞുമോൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഹായ് കുഞ്ഞുമോനൊക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. സുഖമായിട്ടിരിക്കണം. രാത്തായിട്ട്. അതെ. ഓക്കെ. കുഞ്ഞുമോനൊക്കെയുടെ മെയിൻ ബിസിനസ് എന്താണ് ശരിക്കും? മെയിൻ ബിസിനസ് സ്ക്രാപ്പാണ്. സ്ക്രാപ്പ് വെച്ച് കൊടുത്തതിനാണ് ഞങ്ങൾ ഈ ഒരു ക്രൂയിസിൻ്റെ പഠിപ്പ് കഴിഞ്ഞിട്ട് സ്ക്രാപ്പിലോട്ടാണ് വന്നത്. അതെ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മുടെ മെയിൻ ബിസിനസ്സിലേക്ക് പോവാം അല്ലേ? മെയിൻ ബിസിനസ് ക്രൂയിസ് ആണ് അല്ലേ? ഇപ്പോൾ ക്രൂയിസ് ആണ്. അപ്പോൾ അതിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. എന്നാലും എൻ്റെ പഴയ ബിസിനസ്സാണ് എന്നെ അവിടെ എത്തിക്കാൻ സാധിച്ചത്. അത് നമ്മുടെ ഈ ക്രൂയിസിന്റെ നെയിം എന്താണ് ശരിക്കും? മിനാർ ക്രൂയിസ് കൊച്ചിൻ. മിനാർ ക്രൂയിസ്. ഈ മിനാർ എന്നുള്ളൊരു പേരിടാൻ കാര്യം? മിനാറിൽ എല്ലാവരുടെ അക്ഷരങ്ങൾ ഉണ്ടാവും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളുടെയും ഒരു അക്ഷരം അതിലുണ്ട്. പിന്നെ എല്ലാവരുടെയും നമ്മളെ ജോലിക്കാരുടെയും എല്ലാവരുടെയും ഒരു അക്ഷരം അതിലുണ്ടാവും. അതാണ് ആ മിനാറിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഞങ്ങളുടെ. ശരിക്കും സ്വദേശം എവിടെയായിരുന്നു ശരിക്കും? സ്വദേശം എൻ്റെ ഉമ്മാന്റെ നാട് തിരൂരാണ്. ബാപ്പാന്റെ നാട് എടപ്പള്ളിയാണ്. ഞങ്ങള് താമസിച്ച കൊച്ചിയിലായിരുന്നു ആദ്യം. പിന്നെ വൈപ്പിലോട്ട് വന്ന് വൈപ്പിനിൽ നിന്ന് എറണാകുളത്തോട്ട് വന്നു. ഇപ്പൊ ശരിക്കും എറണാകുളത്ത് സെറ്റിലായി. പിന്നെ നമുക്ക് ഇതിനകത്ത് ടൂറിസത്തിലേക്ക് വരാനുള്ള ഒരു എന്താണ് ഒരു സാഹചര്യം? അത് ഞാൻ അവിചാരിതമായിട്ട് വന്നതാണ്. ഞാനൊരു ബോട്ട്, കിങ്കോന്റെ ബോട്ട് പണ്ട് പൊളിക്കാനെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 7 ബോട്ട് ഒരുമിച്ച് പൊളിക്കാനെടുത്ത് ലേലത്തിൽ സ്ക്രാപ്പിലെടുത്താണ്. അപ്പൊ അത് 4 പൊളിച്ച് കഴിഞ്ഞപ്പോ പിന്നെ അത് കേറല്ല, ചെളിയുന്നത് കയറ്റി കിട്ടാൻ ബുദ്ധിമുട്ട്. അപ്പൊ അത് ഒരു യാർഡിൽ കയറ്റണമെങ്കിൽ കുറച്ചും കൂടെ സൗകര്യത്തിൽ കയറ്റാൻ പറ്റും, പൈസയും കുറവാണ്. ഇത് പൊളിച്ചിട്ട് ആ 2008-07 അത് ചെയ്തത്. അപ്പൊ അങ്ങനെ അത് യാർഡിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഇത് ചെയ്തപ്പം ഇതിലൊരു ബോട്ട് ഞാനൊരാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ 7 ബോട്ടിലൊരു ബോട്ട്. അപ്പൊ അയാളത് പണിത് നല്ല കണ്ടീഷൻ ആക്കി കഴിഞ്ഞപ്പോ എനിക്കൊരു ആഗ്രഹം, വെറുതെ എന്തിനാ അന്ന സമയത്ത് കോപ്പറിനൊക്കെ വില ഇടിഞ്ഞ ടൈമാണ്. അപ്പൊ ആ ബോട്ട് നമ്മ വെറുതെ നശിപ്പിച്ചുകളാണ്. കാരണം നമ്മൾ ആ പാലം വന്നതോടുകൂടി പോയ ബോട്ടാണ്, അല്ലാതെ കാലപ്പഴക്കം കൊണ്ട് മാറിയ ബോട്ടുകളല്ല. പിന്നെ അത് ഈ ഡെക്ക് ഇരുത്തി പണിത ബോട്ടാണ്. നമുക്ക് ആ ക്വാളിറ്റി ഉണ്ട്. പിന്നെ നമ്മളങ്ങനെ ഒരു ആഗ്രഹം, ആ സമയത്ത് ഇവിടെ ബോട്ട് അതേപോലത്തെ ബോട്ടില്ല. അങ്ങനെ ഞാൻ 2 ബോട്ട് ഈ പൊളിക്കുന്നതിന് പകരം അത് കരക്ക് കയറ്റി കംപ്ലീറ്റ് പലക, ഡെക്ക് എല്ലാം മാറി, എഞ്ചിനും മാറി, എല്ലാം പുതിയതാക്കി. അപ്പൊ അന്ന് ഈ പേപ്പറിന്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഇന്നത്തെ മാതിരി KU ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് നന്നായിട്ട് പണിത് അതിന്റെ സ്റ്റെബിലിറ്റി 2012 അതിന്റെ സ്റ്റെബിലിറ്റി കാര്യങ്ങളെല്ലാം എടുത്ത് അതെല്ലാം ക്ലിയറായി നന്നായിട്ട്. അത് 2 അറബിക്കടലിലെ 2 അരയന്നങ്ങളെ പോലെ അത് ഓടിക്കൊണ്ടിരിക്കണായിരുന്നു. അതിന്റെ പേര് മിനാറും മിനാർ 2 അങ്ങനെ 2 ബോട്ടായിരുന്നു. ഇപ്പൊ എത്ര ബോട്ടുകളുണ്ട് നമുക്ക്? 2 ബോട്ട് ടൂറിസ്റ്റ് ബോട്ടുണ്ട്, ഒരു ഫിഷിംഗ് ബോട്ടുണ്ട്, പിന്നെ 2 ചെറിയ ബോട്ടുണ്ട്. 10 പേരുടെ കപ്പാസിറ്റി ഉള്ള 2 ചെറിയ ബോട്ടുകളുണ്ട്. പിന്നെ ബോട്ടുകൾ ഒരുപാട് ഉണ്ടായിട്ട് കാര്യമില്ല. ഇവിടെ ടൂറിസം അല്ല, നമ്മൾ ചെയ്യുന്ന സർവീസ് പക്കയായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അധികം ബോട്ട് ഉണ്ടായിട്ട് കാര്യമില്ല. വരുന്ന ആളുകൾക്ക് നമ്മൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളത് കറക്റ്റായിട്ട് ചെയ്താൽ ബിസിനസ് വളർത്തിക്കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് എത്ര സ്റ്റാഫ് ഉണ്ട് ശരിക്കും? സ്റ്റാഫ് നമുക്കൊരു മൊത്തത്തിലൊരു 10-13 പേര് ഇപ്പൊ ക്രൂയിസുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. പിന്നെ അതെല്ലാം നമ്മളുടെ സ്റ്റാഫ് എന്ന് പറയാൻ പറ്റൂല, നമ്മളെ കുടുംബാംഗങ്ങള് പോലെ തന്നെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അത് കുടുംബാംഗങ്ങളും ഉണ്ട്, അതിൽ 5-8 പേര് കുടുംബാംഗങ്ങളാണ്. പിന്നെ ഇപ്പൊ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് കൊടുക്കുന്നത്? ഇപ്പൊ എത്ര പേര് വരെ മാക്സിമം നമ്മുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുതിയ ക്രൂയിസിന്റെ കപ്പാസിറ്റി 150 ആണ്. അതില് 145 പേർക്കാണ് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. 5 പേര് അതിന്റെ ജീവനക്കാരാണ്. ബാക്കി 145 പേരില്
എല്ലാ ദിവസവും 140, 135 പേരൊക്കെ ബുക്കിംഗ് ഉണ്ടാവും. ആ 145 പേര് കൂടുതൽ നമ്മൾ എടുക്കാറില്ല. അപ്പൊ ഞങ്ങൾക്ക് 150 കൂടുതൽ ആളുകൾ കയറ്റാൻ പറ്റൂല. ഇത് നിയമം അനുവദിക്കണില്ല. ഞങ്ങളുടെ ബോട്ട് കറ്റാമറൈനാണ്, സ്റ്റെബിലിറ്റി കൂടിയ ബോട്ടാണ്. എല്ലാം നമുക്ക് ഉറപ്പുണ്ട്. ക്വാളിറ്റി ആണെങ്കിൽ ഇന്ത്യയിലെ IRS ക്ലാസ്സിൽ ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് കറ്റാമറൈനാണ്. അതും കൂടെ വെറൈറ്റിയാണ്. അത് ഞങ്ങളുടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആണത്. ഈ ബോട്ട് എവിടെയാണ് ഇപ്പൊ നമ്മള്? മറൈൻ ഡ്രൈവിലാണ്. ഇപ്പൊ നമ്മള് ഞാൻ പറയട്ടെ, അതിനകത്തേക്ക് ഇപ്പൊ ഒരു പാക്കേജ് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മള് സാധാരണ ഹൈക്കോർട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ബോട്ടുകളുണ്ട് അല്ലേ? അതെ അതെ അതെ. ഞങ്ങൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറങ്ങിയ IRS കറ്റാമറൈനാണ്, പ്രൈവറ്റില്. അങ്ങനെ പറയുമ്പോ അതും കൂടെ പറയണം. പ്രൈവറ്റ് ആണ്. നമ്മളൊരു കളവ് പറഞ്ഞെന്നുള്ള ഒരു ഇത് വരരുത്. അപ്പൊ ഇതിനകത്ത് ഒരു പാക്കിംഗ് കൂടി ഒന്ന്, ഇതിനകത്ത് പാക്കേജും കൂടി ഒന്ന് നമ്മളൊന്ന് വിശദമായിട്ടൊന്ന് നമുക്ക് പ്രേക്ഷകർക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. പാക്കേജ് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ പാക്കേജ് ഉണ്ട് 2 മണിക്കൂർ, 9 to 11 മണി വരെ, 9 to 11. അതുകൂടാതെ 11 മണി തൊട്ട് 3 മണി വരെ ലഞ്ച് ക്രൂസ് ഉണ്ട്, 4 hours. ഈ 9 to 11 2 hours എന്ന് പറയുമ്പോൾ അതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ്. അതിന് പൈസ എക്സ്ട്രാ മേടിക്കാനില്ല. അല്ല, ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളതാണെങ്കിൽ പോലും, ഫുഡ് ഉണ്ടെങ്കിൽ പോലും അതിന് 750 മേടിക്കുള്ളൂ, രാവിലത്തെ ഓട്ടോ ആയതുകൊണ്ട്. അത് ഉച്ചക്ക് ലഞ്ച് ആകുമ്പോൾ 1500 ആവും. 4 മണിക്കൂറായിരിക്കും പോകുന്നത്. 2 മണിക്കൂർ എന്നുള്ളത് 4 മണിക്കൂറായിട്ട് കൂടും. അപ്പോൾ അത് 11 മണി തൊട്ട് 3 മണി വരെയാണ്. പിന്നെ നമ്മൾ 5:30 to 7:30 ഉണ്ട്. അത് ചില ആളുകൾ പറയും നമുക്ക് ആ ഡിന്നറും കൂടെ വേണമെന്ന് പറയുമ്പോൾ അത് 5 to 9 ആവും. ഡിന്നർ വേണമെന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ഡിന്നർ കൊടുക്കണം. കാരണം അവർ ഇനി 8:30 മണിക്ക് വന്ന് ഭക്ഷണം കഴിച്ച് വീട്ടിൽ പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഡിന്നറും കൂടെ വേണ്ട. കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന ഡിന്നർ ക്രൂയിസാണ്. അത് പക്ഷെ അത് 2000 രൂപ വരും ആ ക്രൂയിസിന്. അത് 5 to 9 ആണോ, 4 മണിക്കൂർ. ഇത് കൂടാതെ നമ്മൾ ഈ വലിയ കരീബിയൻ ക്രൂയിസിലൊക്കെ ഉള്ള പോലത്തെ നമുക്ക് മെന്റലിസ്റ്റുകളുണ്ട് ഇതിൽ. അത് 1-2 പേരുണ്ട്. പ്രോഗ്രാമൊക്കെ ഇതിൽ ഇൻക്ലൂഡിങ് ആണ്, ഫ്രീ ആണ്, കോംപ്ലിമെന്റ് ആണ് കൊടുക്കും. ലഞ്ച് ബഫറ്റാണ്. അതിൽ 3 നോൺ ഉണ്ടാവും. ഒരു മീൻ വറ്റിച്ചത്, ഒരു ചിക്കൻ വറുത്തരച്ചത്, ചിക്കൻ കൊണ്ടാട്ടം, ഡെസേർട്ടായിട്ട് ഐസ്ക്രീം അല്ലെങ്കിൽ ഗുലാബ് ജാമു, അങ്ങനെ എന്തെങ്കിലും നല്ല വെറൈറ്റി സാധനങ്ങളുണ്ടാവും. ഇനിയിപ്പോൾ ചില ആളുകൾ വെജിറ്റബിൾ മാത്രം മതിയെങ്കിൽ അതും അതിൻ്റെ കൂടെ ഉണ്ടാവും. ഇപ്പോൾ ഒരു 50 പേര് 80 പേരൊക്കെ ആണെങ്കിൽ നല്ല ഇതായിട്ട് പോവാം. 150 പേരാണെങ്കിൽ അടിയിൽ 150 പേർക്ക് ഇരിക്കാം. സോഫയിൽ AC ഫുൾ AC ഇരിക്കാം. മുകളിലൊരു 25 പേർക്ക് AC ഇരിക്കാം. അപ്പോൾ എല്ലാ രീതിയിലും നമുക്ക് AC വേണ്ടവർക്കും, നോർമൽ കാറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും, പ്രായമുള്ളവർക്കും, ഇതിന് ഭിന്നശേഷിക്കാരായ ആളുകൾക്കും, എല്ലാവർക്കും, വികലാംഗർക്കും എല്ലാവർക്കും എല്ലാം കൊടുക്കും. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ ഒരു ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കോമ്പറ്റീഷൻ ഫീൽഡാണ്. ഏത് ബിസിനസ് എടുത്താലും അല്ലേ? അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നൊക്കെ? കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷെ അതിന് നമ്മളൊരാളായിട്ടും ഇങ്ങനെ ഒരു ശത്രുത അല്ല അത്. ശരിക്ക് അയാൾ നമ്മളെക്കാളും കുറച്ചും കൂടി ഉയർന്നതാണ്, ബുദ്ധിയുള്ള ആളാണെന്ന് നമ്മൾ ചിന്തിച്ച ആ പ്രശ്നം തീരാവുന്നുള്ളൂ. എത്രത്തോളമാണ് സേഫ്റ്റി? സേഫ്റ്റി ഇത് IRS ക്ലാസ് ആണ്, ഇന്ത്യൻ രജിസ്റ്റർ ഓഫ് ഷിപ്പിംഗ്. IRS ക്ലാസ്സിൽ പണിതേക്കുന്ന സംഭവമാണ്. ഇതിന് എല്ലാ ഇതും വേണം. അതുകൂടാതെ ഇപ്പൊ IRSന്റെ അതേ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് KV. കുറച്ചും കൂടെ കൂടുള്ളൂ. KV നമ്മുടെ കേരള ഇൻലാൻഡ് വെസൽസ് റൂൾസ് അവരും അത്യാവശ്യം നന്നായിട്ട് ചെക്ക് ചെയ്യും. കൊല്ലത്തിൽ അവർ ചെയ്യുമ്പോൾ ഒരുപാട് ബോട്ടുകൾ ഇവിടെ റിജക്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കടലിൽ എത്ര ദൂരം വരെ പോകും ഇതിപ്പോ നമ്മള് ഒരു 18 നോട്ടിക്കൽ മൈലാണ് നമ്മൾ പോകുന്നത്. 18 മൈൽ വരെ പോകും. അത് ഏകദേശം 2.5 മണിക്കൂർ 3 മണിക്കൂർ വേണം. അപ്പോൾ അത് പോകും. പിന്നെ ഈ 2 മണിക്കൂർ ട്രിപ്പിൽ നമ്മൾ ഇതൊരു 12-13 നോട്ടിക്കല കിട്ടും. ഏകദേശം 18 കിലോമീറ്റർ കിട്ടുള്ളൂ. മറ്റേത് അല്ല 2 മണിക്കൂറിൽ പോകും. അത് ശരിക്കും കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു 25 കിലോമീറ്റർ 2 മണിക്കൂറിൽ പോവുകയും 4 മണിക്കൂറിൽ അത് 40 കിലോമീറ്റർ ആയിട്ട്
പോവുകയും ചെയ്യും. പിന്നെ കാലാവസ്ഥയും വേവ്സിന്റെ ഒക്കെ വ്യത്യാസം അനുസരിച്ച് ചിലപ്പോൾ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. കുഞ്ഞിക്ക, ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ ടൂറിസം മേഖലയാണല്ലോ നമ്മുടെ ഹൈക്കോർട്ട് ജംഗ്ഷൻ അല്ലേ? അവിടെ ഒത്തിരി ബോട്ടുകളുണ്ട്, ഒരു 100-150 ബോട്ടുകളുണ്ട്, ക്രൂയിസുകളായിട്ടും പല മോഡലായിട്ട്. നമ്മളുടെ കമ്പനിയുടെ ഒരു പ്രത്യേകത എന്താണ്? നമ്മൾ നല്ല സർവീസ് കൊടുക്കണം ആളുകൾക്ക്. ഇപ്പോൾ ദൂരത്തു നിന്നൊക്കെ ആളുകൾ വരേണ്ടതാണ്. അവർ ഇവിടുത്തെ സ്ഥലങ്ങളും കപ്പലുകളൊക്കെ കാണാൻ വേണ്ടി വരുന്നതാണ്. അപ്പം നമ്മൾ അവരുടെ 1 മണിക്കൂർ ആണെന്നും പറഞ്ഞാൽ അവരെ കയറ്റിയാലോ, അല്ലെങ്കിൽ 2 മണിക്കൂറോ 3 മണിക്കൂറോ പറഞ്ഞാൽ പരമാവധി ഞങ്ങൾ ആരെയും പറഞ്ഞ് കഴിഞ്ഞിട്ടാ നിങ്ങൾ ഇറങ്ങുന്ന പറയാറില്ല. അത് ഞങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അവരുടെ തൃപ്തി. ഇപ്പോഴത്തെ കരയിലെ ആളുകൾ നിൽക്കണ്ടെങ്കിലും ഞങ്ങൾ പറയാറില്ല. അടുത്ത ട്രിപ്പിന് കയറി നിൽക്കണ്ടെങ്കിലും നമ്മളൊരു ബിസിനസ് ആയിട്ടല്ലേ കാണണം. അവരുടെ ഒരു ദിവസമാണ് കളഞ്ഞിട്ടാണ് അവർ വരുന്നത്. അല്ലെങ്കിൽ 1 ദിവസമോ 2 ദിവസമോ 3 ദിവസമായിട്ട് വരുന്നത്. അവർ ഒരു ദിവസത്തിന് വിലയുണ്ട്. അപ്പോൾ അവരെ നമ്മളൊരു എന്തെങ്കിലും കാണിച്ച് വിട്ടാൽ ഇന്നത്തെ അത് ഒരു സുഖമുള്ള പരിപാടിയല്ലേ. നമുക്ക് ആ പൈസ കിട്ടിയിട്ടും വലിയ ഒരു ഗുണം ഉണ്ടാവില്ല. അപ്പോൾ അവരെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അവരാണ് നമ്മുടെ പരസ്യം. അവരാണ് പറയണത് അവിടെ പോയാൽ കുഴപ്പമൊന്നുമില്ല, നമുക്കത് പക്കയായിട്ടുണ്ടായിരുന്നു, ഭംഗിയായിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ആ മൗത്ത് പബ്ലിസിറ്റിയാണ് അതിൻ്റെ പബ്ലിസിറ്റി. പിന്നെ ഇപ്പം കുഞ്ഞിക്ക, ഇതിനകത്ത് നമ്മൾക്ക് എന്തൊക്കെയാണ് അതിനകത്ത് നമ്മൾ ഈവൻറ്റ്സ് എന്തൊക്കെയാണ്? മാരേജ് ഫംഗ്ഷൻ ആണെങ്കിലും എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും നമുക്ക് വരാറുണ്ട്, ചെയ്യാൻ പറ്റും. നമുക്കൊരു 100 പേരുടെ ഫംഗ്ഷൻ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ കൺജസ്റ്റ് ആകാതെ നമുക്ക് നന്നായി ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. 100 പേരുടെ ഞങ്ങളുടെ ഈ ഒരു ഫ്ലോറിൽ തന്നെ നമുക്ക് 150 പേര് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായോഗികമല്ല. ഞങ്ങളുടെ മൊത്തം 4 ഫ്ലോറാണ്. അതിൽ ഒരു ഫ്ലോർ എഞ്ചിനും സാധനങ്ങളൊക്കെ ആയിട്ടിരിക്കണം. രണ്ടാമത്തെ ഫ്ലോർ AC ഫ്ലോറാണ്. അതിൽ നമുക്ക് 100 പേര് 125 പേര് വരെ സോഫ ഇട്ടേക്കണം. അത് DJ ആളാണ്. അതിന്റെ മുകളിൽ നമുക്ക് 100 പേർക്കുള്ള കസേര ഉണ്ട്. അതിന്റെ മുകളിലൊരു ഡെക്കും കൂടെ ഉണ്ട്, സൺഡെക്കാണ്. ആ സൺഡെക്കിൽ ഞങ്ങൾ പുറപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും അവിടുന്ന് ആളുകൾ ഇറക്കും. അത് വിദേശ രാജ്യങ്ങളിലൊക്കെ അതൊക്കെ അനുവദനീയമാണ്. പക്ഷെ ഇവിടെ പറ്റൂല. ഇവിടെ അത് ചെയ്താൽ പോലും ഇനിയിപ്പോൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ പ്രശ്നമില്ല, നമ്മളെ ബോട്ട് സുരക്ഷിതമാണെന്ന് പറഞ്ഞാൽ പോലും പക്ഷെ സേഫ്റ്റി ആയിട്ടാണ് നമ്മുടെ സേഫ്റ്റിയുടെ കാര്യത്തിൽ പക്കയാണ്. പിന്നെ നമ്മളെ സ്രാങ്ക് എടുത്ത് പറയേണ്ട ഒരാളാണ് അദ്ദേഹം. 10-40 കൊല്ലമായിട്ട് ഈ ജോലിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം. ചെറിയ രീതിയിൽ നിന്ന് പഠിച്ച് മാസ്റ്റർ ഡിഗ്രി എടുത്ത ആളാണ്. ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ചെടുത്ത ആളാണ്. അപ്പൊ അയാൾക്ക് നല്ല തഴക്കവും പഴക്കമുള്ള ഒരാളാണ്. അതൊരു വലിയൊരു ഹൈലൈറ്റ് ആണ് ബോട്ടിന്റെ. പിന്നെ ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഫ്യൂച്ചർ പ്ലാന് പലതും ഉണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്ലേറ്റ് ചോറ് തിന്ന സമാധാനമായിട്ട് ജീവിക്കുക, സന്തോഷമായിട്ട് പോവുക. കുറെ കോടികൾ ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. പിന്നെ ഞങ്ങൾക്ക് മുമ്പിൽ എപ്പോഴും ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ ഓരോന്ന് നിറവേറ്റി തരാൻ പഠിച്ചവൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പൊ ഒരു ന്യൂജൻ കാലഘട്ടമാണല്ലോ. ഇതിനകത്ത് ഇപ്പൊ ഈ നമ്മുടെ ഈ ക്രൂയിസിന്റെ ബിസിനസ് അല്ല, അല്ലെങ്കിൽ ഈ സ്ക്രാപ്പിന്റെ ബിസിനസ് അല്ല, പുതിയൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന പുതിയ ആൾക്കാർക്ക് കൊടുക്കാവുന്ന ഒരു മെസ്സേജ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ? നമ്മളൊരു ലക്ഷ്യത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ആ ലക്ഷ്യം നിറവേറ്റാൻ ആ ഒരു ഒറ്റ ലക്ഷ്യമായിട്ട് പോയാൽ അത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ഇത്. ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നാണ്. എന്ത് പ്രതിബന്ധം വന്നാലും തരണം ചെയ്ത് പോകാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ആ ലക്ഷ്യത്തിൽ നിന്ന് മാറരുത്, അത് തളർന്നു പോകരുത്. ആ ലക്ഷ്യമായിട്ട് തന്നെ നമ്മൾ നടന്നാൽ തീർച്ചയായിട്ടും അത് പൂർത്തീകരിക്കാൻ പറ്റും. അപ്പോൾ കുഞ്ഞിക്കയുടെ ഈ ഇത്രയും കാലത്തെ ഒരു ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഷെയർ ചെയ്തതിൽ എന്തായാലും ഇനിയും എന്താ പറയുക, പുതിയ ബിസിനസ്സുകളിലേക്ക് ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് പടച്ചനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.